സർട്ടിഫിക്കറ്റ് നമ്മുടെ നാട് വിവാഹ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോകാനാണ്. നിങ്ങൾക്ക് എല്ലാവിധ ഭാവാഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ശ്രീ നയനാരീശ്വരെയും ദൈവങ്ങളെയും ഗുരുദേവനെയും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഒന്നുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെ മുമ്പിൽ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. മൊണോലിസ എന്ന് പറയുമ്പോഴേ നമുക്ക് എല്ലാവർക്കും മനസ്സിൽ വരുന്നത് നമ്മുടെ കുംഭഭരണിയാണ്. അതെ, കുംഭഭരണി ഫെയിം ആയിട്ടുള്ള മൊണോലിസ ഗോസാല ഇപ്പോൾ വിവാഹിതയായിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അന്ന് ഒരു ഫെയിമൊക്കെ ആയതിനു ശേഷം പുള്ളിക്കാരി കുറേ മൂവീസൊക്കെ നമ്മുടെ ബോച്ച ഇവിടെ കൊണ്ടുവന്നിട്ട് കുറേ എന്താ പറയുക ഇനാഗ്രേഷനും കാര്യങ്ങളും, അത് കഴിഞ്ഞിട്ട് കുറേ മൂവീസിലൊക്കെ അഭിനയിച്ചു. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഇപ്പോൾ ഒരു മൂവി ഷൂട്ട് സംബന്ധമായിട്ട് പുള്ളിക്കാരി ഇവിടെ കൊച്ചിയിൽ സ്റ്റേ ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ഒരു അന്യമതസ്ഥനെ പ്രണയിച്ചത് കൊണ്ട് തന്നെ നോർമലി നമ്മുടെ ഫാമിലിയിലൊക്കെ വരുന്നത് പോലെ അടിയും ബഹളവും ഒക്കെ പുള്ളിക്കാരിയുടെ ഫാമിലിയിലും വന്നു. അപ്പോൾ അച്ഛൻ വേറൊരു വിവാഹത്തിന് പുള്ളിക്കാരിനെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്തപ്പോൾ പുള്ളിക്കാരിയും ലവറായിട്ടുള്ള ഫർമാൻ എന്നാണ് ആളുടെ പേര്. അപ്പം ആളും ഈ മൊണോലിസയുടെ കൂടെ മൂവിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം 6 മാസത്തെ പ്രണയമാണ് ഇവർ തമ്മിലുള്ളത്. അപ്പോൾ അങ്ങനെ അവർ ഇന്നലെ നമ്മുടെ ട്രിവാൻഡ്രത്ത് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പുള്ളിക്കാരി ഒരു കേസ് കൊടുക്കുകയായിരുന്നു. അപ്പോൾ മൊണോലിസയുടെ ആരുടെ കൂടത്തിൽ പോകണമെന്ന് ചോദിച്ചപ്പോൾ യെസ് ഓഫ് കോഴ്സ് ലവറിൻ്റെ കൂടത്തിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പം CPM നേതാക്കളാണ് കേട്ടോ ഇവരുടെ ലവിന് ഭയങ്കര സപ്പോർട്ടായിട്ട് നിന്നത്. അങ്ങനെ CPM ലുള്ള കുറേ ആൾക്കാർ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇന്ന് 5 മണിക്കായിരുന്നു. ഇന്ന് 5 മണിക്ക് ട്രിവാൻഡ്രത്ത് തന്നെയുള്ളൊരു ക്ഷേത്രത്തിൽ വെച്ചിട്ടുള്ളൊരു നോർമൽ വിവാഹമായിരുന്നു. അപ്പോൾ ഒരുപാട് ചാനലുകളും അതുപോലെ തന്നെ CPM നേതാക്കളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വിവാഹമായിരുന്നു അവരുടെ. അപ്പോൾ മൊണോലിസ കല്യാണത്തിന് ശേഷം പറയുന്നുണ്ട്, അതായത് കേരളത്തിനോട് എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്, അപ്പം ഇനി കേരളത്തിൽ തന്നെ തുടർന്ന് പോകാനാണ് താല്പര്യമെന്ന്. അപ്പം വിവാഹം കഴിച്ച ആളും ഈ മൊണോലിസയുടെ കൂടെ തന്നെ മൂവിയിൽ അഭിനയിക്കുന്ന ഒരു ആളാണ്, ആക്ടറാണ് ആളും. അപ്പോൾ 6 മാസമാണ് ഇവർ തമ്മിലുള്ള പ്രണയം. അപ്പം പക്ഷേ 6 മാസമാണ് ഇവർ തമ്മിലുള്ള പ്രണയമെങ്കിലും 60 വർഷമായിട്ട് അവർക്ക് തമ്മിൽ അറിയാമെന്നാണ് പുള്ളിക്കാർ പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ കേരള സ്റ്റോറി പോലെയുള്ള മൂവീസ് വന്ന് നമ്മുടെ കേരളത്തെ അടിച്ചമർത്തുമ്പം എന്താ പറയുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലൂടെ അങ്ങനെ അല്ല എന്ന് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും ഇന്നത്തെ ഒരു ന്യൂസ് അതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും കുറച്ചൊക്കെ അച്ഛനോടൊക്കെ കുറച്ചുകൂടെ ഒന്ന് സമ്മതിപ്പിക്കാൻ പുള്ളിക്കാരിക്ക് നോക്കാമായിരുന്നു. ആക്ച്വലി ഞാനും എന്താ പറയുക ലവ് മാരേജ് ആയിരുന്നു. പക്ഷേ ഒരു 1 ഇയർ ഒക്കെ വെയിറ്റ് ചെയ്ത് അങ്ങനെ വീട്ടുകാരുടെ സമ്മതത്തോടെ കല്യാണം കഴിച്ചൊരു വ്യക്തിയാണ്. സോ അത് കുറച്ചുകൂടെ അതാണ്. പക്ഷേ മേ ബി എന്തെങ്കിലും പല പ്രശ്നങ്ങളായിരിക്കും. കാരണം അന്യമതസ്ഥനാണ് കല്യാണം കഴിച്ചത്. സോ അതുകൊണ്ട് നമ്മളുടെ ഇവിടെയൊക്കെ ഉണ്ടാകുന്നേക്കാളും ഒരുപാട് പ്രശ്നങ്ങളാണ് അവിടെ നോർത്ത് സൈഡിലോട്ടൊക്കെ ഉള്ള. മേ ബി അതായിരിക്കാം. എന്തായാലും ഇപ്പോൾ പുള്ളിക്കാരുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം 2 പേരും ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ അവർ ഇനിയും കേരളത്തിൽ തന്നെ സ്റ്റേ ചെയ്യും, കേരളത്തിൽ തന്നെ നിൽക്കാനാണ് അവർക്ക് താല്പര്യം എന്ന് പറഞ്ഞത്. കാരണം കേരളത്തിനോടുള്ള ഒരു സ്നേഹം, എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരിയുടെ ലൈഫിലുണ്ടായിരുന്നു. എല്ലാ ചേഞ്ചസും ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കും. സോ എന്തായാലും ഹാപ്പി മാരിഡ് ലൈഫ്. അപ്പം അടുത്തൊരു കണ്ടൻറ്റുമായിട്ട് ഞാൻ ഓടി വരുന്നതായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.